തിരുവനന്തപുരത്ത് ശിവക്ഷേത്രം പൂട്ടി അതിക്രമിച്ച് കടക്കരുത് എന്ന ബോർഡ് സ്ഥാപിച്ച നഗരസഭ. ബാലരാമപുരം ആറാലുമൂട് ശിവപുരം മഹാദേവ ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര നഗരസഭ പൂട്ടിയത്. നഗരസഭയുടെ പ്രവൃത്തിയിൽ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരസഭാ ഭൂമിയിലെന്ന് കാട്ടിയാണ് നഗരസഭ നോട്ടീസ് പതിപ്പിച്ചത്. ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത്, ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? ഈ കടുത്ത ആചാര ലംഘനമല്ലേ നടത്തിയിരിക്കുന്നത്? നഗരസഭയ്ക്ക് ആരാണ് ഇത്തരം ഒരു അധികാരം നൽകിയത്? ഈ നാടിലുള്ള ക്ഷേത്രങ്ങളെല്ലാം അതിക്രമിച്ചു കയറി അവിടെ എല്ലാ അഴിമതി പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ സർക്കാരാണ്, ഈ നഗരസഭയാണ്. പ്രശാന്ത് പറയും. തിരുവനന്തപുരത്ത് ശിവക്ഷേത്രം പൂട്ടിയിരിക്കുന്നു. അതിക്രമിച്ച് കടക്കരുത് എന്ന ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് നഗരസഭ. ബാലരാമപുരം ആറാലുമൂട് ശിവപുരം മഹാദേവ ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര നഗരസഭ പൂട്ടിയത്. നഗരസഭയുടെ പ്രവൃത്തിയിൽ പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ രംഗത്തുണ്ട്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നഗരസഭാ ഭൂമിയിലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നഗരസഭ ഇത്തരത്തിലൊരു നോട്ടീസ് പതിപ്പിച്ചത്. കടുത്ത ആചാര ലംഘനം, ഭക്തരുടെ അവകാശങ്ങൾക്ക് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത പുല്ലുവില കൽപ്പിക്കുന്ന ഒരു നഗരസഭ തിരുവനന്തപുരത്ത് ശിവക്ഷേത്രം പൂട്ടിയിരിക്കുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഈ നഗരസഭ ഇത്തരം ഒരു കടും കൈയിലേക്ക് നീങ്ങാനുള്ള കാരണം? ഭക്തർ എങ്ങനെയാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത്? തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയ കോണം ആറാലുമൂട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രമാണ് നെയ്യാറ്റിൻകര നഗരസഭ താഴിട്ട് പൂട്ടിയത്. അതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് പൂട്ടുകയും അവിടെ നോട്ടീസ് പതിക്കുകയും ചെയ്തു. നഗരസഭയുടെ അനുവാദമില്ലാതെ അകത്തേക്ക് പ്രവേശനം പാടില്ല എന്ന് നഗരസഭാ സെക്രട്ടറി സൂചിപ്പിക്കുന്നൊരു പോസ്റ്റർ അവിടെ പതിക്കുകയും ചെയ്തു. നിരവധി ഭക്തർ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദിയുള്ള വേദി പോലുള്ള സംഘടനകളും പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര നഗരസഭയുടെ പരിധിയിൽപ്പെടുന്ന ബാലരാമപുരത്താണ് ഈ ശിവപുരം ശ്രീ മഹാദേവ ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്രമാണ് നഗരസഭ തന്നെ താഴിട്ട് പൂട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ ആ ക്ഷേത്ര സന്നിധിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരും. ചേട്ടാ, എന്താണ് ഈ നഗരസഭ ഇത്തരമൊരു തീരുമാനമെടുക്കാനുള്ളൊരു കാരണം? 80 വർഷത്തിന് മുകളിൽ ഇവിടെ ഉണ്ടാകുന്ന വസ്തുവാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു ക്ഷേത്രം അപ്പുറത്തുണ്ടായിരുന്നു. ഇപ്പുറത്തുള്ള ഇതിൽ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് രാമനാരായണൻ നായർ എന്ന് പറഞ്ഞൊരു ആളുടെ കസ്റ്റഡിയിലിരിക്കുന്ന വസ്തുവായിരുന്നു. നമ്മളവിടെ അങ്ങേരുടെ ക്ഷേത്രം ചെയ്യാൻ വേണ്ടി വന്ന് നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ മുനിസിപ്പാലിറ്റി വന്ന് പറഞ്ഞു അത് മുനിസിപ്പൽ വസ്തുവാണ്, അവിടെ ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ മുനിസിപ്പാലിറ്റിയായിട്ടൊക്കെ സംസാരിച്ച് അവരൊരു 6.5 സെൻറ്റ് ഇവിടെ അളന്ന് തന്നിട്ട് പറഞ്ഞു അതിനകത്ത് ക്ഷേത്രം ചെയ്തോളാൻ പറഞ്ഞു. നമ്മൾ അതനുസരിച്ചാണ് ഈ ക്ഷേത്രം ചെയ്തത്. ഒരു 80% പണി പൂർത്തിയായപ്പോൾ അവർ വന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ വന്ന് ഇത് നിർത്തി വയ്ക്കാൻ പറഞ്ഞു. നിർത്തിവെച്ചു. പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് പറഞ്ഞ് പൂജയൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവർ വന്ന് നോട്ടീസ് തന്നിട്ട് താഴോട്ട് പൂട്ടി. കെട്ടിടം പണിയുന്ന സമയത്തുള്ള പെർമിഷൻ എല്ലാം എടുത്തുകൊണ്ടല്ലേ ചെയ്യുന്നത്? ഇല്ല, അവർ വാക്കായിട്ട് തന്ന പെർമിഷനാണ്, അല്ലാതെ ഔദ്യോഗികമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു നാഗരക്ഷേത്രം ഇരുന്നതുകൊണ്ട് അതിൻ്റെ അടുപ്പിച്ചുള്ള അത് പാരമ്പര്യമായിട്ട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂമിയാണിത്. അതെ അതുണ്ടായിരുന്നു. ആരാധനയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്താണ്. അതായത് ഒരു 80 വർഷത്തിന് മുകളിൽ വെച്ചാണ് ഇവിടെ ഒരു തമ്പുരാൻ കോവിലുണ്ടായിരുന്നത്. അതിനെയാണ് 18 വർഷത്തിന് മുമ്പേ ശിവക്ഷേത്രമാക്കി മാറ്റിയത്. അതുതന്നെയാണ് പാരമ്പര്യം സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വെച്ചാരാധന സമ്പ്രദായം ഉണ്ടായിരുന്ന ഒരു ഭൂമിയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഈ പ്രദേശവാസികളടക്കമുള്ളവർ ആരാധിച്ചു വരുന്ന ഒരു തമ്പുരാൻ എന്ന ഒരു സങ്കല്പ സ്ഥാനവും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ സ്ഥലത്താണ് പിന്നീട് ഈ ദേവപ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാകുകയും ദേവപ്രശ്ന സംബന്ധമായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് പിന്നീട് ഒരു പുനരുദ്ധാരണം നടത്തിക്കൊണ്ട് പുതിയ ക്ഷേത്രം പണിയണമെന്ന് ദേവപ്രശ്നത്തിൽ കാണുന്നു. ആ ദേവപ്രശ്ന വിധി പ്രകാരമാണ് തുടർന്ന് ഈ സ്ഥലത്ത് ഈ ക്ഷേത്രം നിർമ്മിക്കുകയും തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ ഭക്തരെ ഇങ്ങനെ വേട്ടയാടുക എന്നതാണ് ഈ സർക്കാരിന്റെ ഒരു ഹിഡൻ അജണ്ട എന്ന് തോന്നിപ്പോകുന്നു.